ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ 11 സ്ഫോടനങ്ങൾ നടന്നത്. ഇതിന് പിന്നാലെ ചെറുപ്പക്കാർ നയിക്കുന്ന വലിയ ഒരു കലാപവും അവിടെ ഉണ്ടായി. ഇതുവരെ അതിനൊരു ശമനം ഉണ്ടായതായി അറിവില്ല. ഇതിന്റെ പിന്നിൽ ഇപ്പോൾ ഇന്ത്യയുടെ അഭയത്തിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കരങ്ങളാണ് എന്നാണ് മുഹമ്മദ് യൂനസ് സർക്കാരിന്റെ വാദം. ഇതിനായി ഹസീന ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് മുൻപിലായി നടത്തിയ പ്രസ്താവനകളിൽ ചിലത് ഒരു കലാപാഹ്വാനമായിരുന്നു എന്നും ഇതേ തുടർന്നാണ് ബംഗ്ലാദേശിൽ ജൻസി കലാപം വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടതെന്നും ആണ് യൂനസ് സർക്കാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറിനെ യൂനസ് സർക്കാർ വിളിച്ചു വരുത്തി. ഹസീനയെ എങ്ങനെയും വിട്ടുകിട്ടണമെന്നുള്ള അപേക്ഷിച്ചു. പക്ഷേ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം അന്താരാഷ്ട്ര കോടതിയിൽ നവംബർ 17 ഹസീനയ്ക്കെതിരെ അന്തിമ വിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു മുൻ പ്രധാനമന്ത്രി ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. എന്തായാലും ധാക്ക ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. തീവയ്പ്പുകളുടെയും ക്രൂഡ് ബോംബ് ആക്രമണങ്ങളുടെയും ഒരു മൈതാനമായി ബംഗ്ലാദേശ് തലസ്ഥാനം മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.